ഹേ ബഡീസ്, അപ്പോൾ നമുക്ക് മുട്ടയുടെ ഒരു വിഭവം കണ്ടാലോ. ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത്രയധികം സാധനങ്ങളൊന്നും വേണ്ട. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തട്ടിക്കൂട്ടി ഉണ്ടാക്കാൻ പറ്റിയൊരു മുട്ട വിഭവമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് ചപ്പാത്തിയുടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാം, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടി കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ കുറച്ച് ഓണിയൻ ഇട്ടിട്ട് നന്നായിട്ട് വഴണ്ട് വരണം കേട്ടോ. വഴണ്ട് വന്നു കഴിയുമ്പോൾ നമ്മളിതിലേക്ക് ഇടുന്നത് കുറച്ച് പച്ചമുളകാണ്. അതിനുശേഷം ഞാനിവിടെ ബേബി കോൺ ആണ് കേട്ടോ ഇട്ടേക്കുന്നത്. നിങ്ങൾക്ക് ബേബി കോൺ വേണമെങ്കിൽ ഇട്ടാൽ മതി, ബേബി കോൺ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ബേബി കോൺ ഇടുമ്പോൾ എനിക്ക് കുറച്ചും കൂടെ ആ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ ഇട്ടത്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ഇടണം, പിന്നെ കുറച്ച് ചിക്കൻ മസാല ഒരു തുണ്ട് ഇടണം, പിന്നെ മുളക് പൊടി ഇടണം. പിന്നെ നമ്മൾ തക്കാളിയാണ് ഇട്ടേക്കുന്നത്. തക്കാളി ഇട്ട് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഉടഞ്ഞ് നല്ല വെന്ത് വരണം കേട്ടോ തക്കാളി. അങ്ങനെ വെന്ത് വന്നാലാണ് ഈ കറിയുടെ ഒരു ടേസ്റ്റ് നന്നായിട്ട് വരുള്ളൂ. അതിൻ്റെ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടായേ. കഴിഞ്ഞ് നന്നായിട്ട് വെന്ത് വരുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക് നന്നായിട്ട് ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ മെയിൻ സാധനം നമ്മുടെ മുട്ട ആണ് ഞാൻ പൊട്ടിച്ച് വയ്ക്കുന്നത്. ഞാൻ 3 മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് എനിക്ക് രാത്രിയും കൂടിയും വേണം, അത് കാരണമാണ് ഞാൻ 3 മുട്ട പൊട്ടിച്ച് വേവിച്ചെടുത്തുകൊണ്ടിരിക്കുന്നത്. മുട്ട പൊട്ടിച്ച് വെച്ചതിന് ശേഷം നമ്മളൊന്നും ചെയ്യാൻ പാടില്ല, കുറച്ച് കുരുമുളക് പൊടി ഇട്ട് ഈ സാധനം മൂടി വെച്ച് വേവിച്ചെടുക്കാം. വേവിച്ചെടുത്ത് കഴിയുമ്പോൾ അതാ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇങ്ങനെയാവും. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് മറിച്ചിടാം, മറിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, വെന്തിട്ടുണ്ടാവും, മൂടി വെച്ച് വേവിക്കുന്നതുകൊണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ, സാധനം റെഡിയാണ്, സെറ്റാണ്. ഉണ്ടാക്കി നോക്കൂ.